ഇസ്ലാമിക ഭരണാധികാരങ്ങൾ തകർക്കുക എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് മുഹമ്മദ് ഡെയ്ഫിന്റെ കൊലപാതകമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് പ്രതികരിച്ചു. കൊല്ലപ്പെട്ട ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയയുടെയും അംഗരക്ഷകന്റെയും സംസ്കാരം ടെഹ്റാനിൽ നടന്നു. ഇറാന്റെ പരമോന്നത നേതാവ് ആയതുള്ള അലി ഖമേനി പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി. ഹനിയയും ഹിസ്ബുള്ള കമാൻഡർ ഫുഅദ് ഷുക്കറും കൊല്ലപ്പെട്ടതിനെ തുടർന്നുണ്ടായ പ്രാദേശിക സംഘർഷങ്ങൾക്കിടെയാണ് UN സുരക്ഷാ കൗൺസിൽ അടിയന്തര യോഗം ചേർന്നത്. ഇസ്മയിൽ ഹനിയയുടെ കൊലപാതകത്തിന് ശേഷം ഹമാസിലെ ദീർഘകാല നേതാവായ ഖാലിദ് മെഷാലിനെയാണ് ഹമാസ് നേതൃത്വം ഏറ്റെടുക്കാൻ പരിഗണിക്കുന്നത്. 1997 ഇസ്രയേൽ വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ട മെഷാലിന് പലസ്തീനിയൻ തീവ്രവാദി ഗ്രൂപ്പിൽ ഒരു പ്രമുഖ ചരിത്രമുണ്ട്. 68-കാരനായ മെഷാൽ അന്താരാഷ്ട്ര തലത്തിൽ ഗ്രൂപ്പിനെ പ്രതിനിധീകരിക്കുന്ന വ്യക്തിയാണ്. 1997 ജോർദാനിയൻ തലസ്ഥാനമായ അമ്മാനിലെ തന്റെ ഓഫീസിന് പുറത്തുള്ള ഒരു തെരുവിൽ വെച്ച് ഇസ്രായേൽ ഏജന്റുമാർ വിഷം കുത്തിവെച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച വ്യക്തിയാണ് പുതിയ ഹമാസ് നേതാവാകാൻ സാധ്യതയുള്ള ഖാലിദ് മെഷാൽ. പലസ്തീൻ തീവ്രവാദ ഗ്രൂപ്പിലെ ഒരു പ്രധാന വ്യക്തിക്ക് നേരെയുണ്ടായ ഈ ആക്രമണം ജോർദാനിലെ അന്നത്തെ രാജാവ് ഹുസൈനെ രോഷാകുലനാക്കി. കൊലയാളികളെ തൂക്കിക്കൊല്ലാനും മറുമരുന്ന് കൈമാറിയില്ലെങ്കിൽ ഇസ്രയേലുമായുള്ള ജോർദാൻ സമാധാന ഉടമ്പടി റദ്ദാക്കാനും ജോർദാൻ രാജാവ് തീരുമാനിച്ചപ്പോൾ ഇസ്രയേലിന് കീഴടങ്ങേണ്ടി വന്നു. കൂടാതെ ഹമാസ് നേതാവ് ഷെയ്ഖ് അഹമ്മദ് യാസിനെ മോചിപ്പിക്കാനും ഇസ്രയേലിന് സമ്മതിക്കേണ്ടി വന്നു. പിന്നീട് 7 വർഷത്തിന് ശേഷം ഗാസയിൽ വെച്ച് അഹമ്മദ് യാസിനെ ഇസ്രയേൽ വധിച്ചു. ഇസ്രയേലുമായുള്ള സംഘർഷത്തിനിടയിൽ